ഡെയിലി ബസ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ലാലേട്ടന്റെ എപ്പിസോഡ് എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇന്നലെ ലാസ്റ്റ് എപ്പിസോഡായിരുന്നു. ഇനി ഇതുപോലെ ഒരു വീക്കെൻഡ് എപ്പിസോഡ് ഇല്ല. അടുത്ത ആഴ്ച ഫിനാലെ. അതോടുകൂടെ ബിഗ് ബോസ് സീസൺ 7 തിരശീല വീഴുകയാണ്. അപ്പോൾ ഈ തിരശീല വീഴുന്നതിന് തൊട്ട് മുമ്പായിട്ട് അവിടെ കത്തിപ്പടരുന്ന ഒരു വിഷയമാണ് അനുമോൾ അനീഷ് പ്രണയം. അത് ഇത്രത്തോളം കത്തി പടരേണ്ട ഒരു കാര്യമല്ല ശരിക്കും. അത് മാത്രമല്ല, ഇത് കത്തി പടരാൻ വേണ്ടി ആരാണ് കാരണം, അല്ലെങ്കിൽ അത് വീണ്ടും വീണ്ടും പ്രേക്ഷകർക്ക് മുന്നിൽ ഇട്ട് കൊടുക്കുന്നത് ആരാണ്? നമുക്കെല്ലാം പറയാം. നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു. ഇപ്പോൾ അനിമോൾ ഫാൻസ് ആണെങ്കിൽ പറയും ഞാൻ അനീഷിന്റെ PR ആണെന്ന്. ഒരിക്കലും അനീഷിന്റെ PR അല്ല, അനുമോളുടെ PR അല്ല. എനിക്ക് രണ്ടുപേരും ഇഷ്ടമാണ്. ഞാൻ അനുമോളുടെ നല്ല കാര്യങ്ങൾ വന്നപ്പോൾ അനുമോൾക്ക് ഫേവർ ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അനീഷിന്റെ അങ്ങനെ കൂടുതൽ ഞാൻ സംസാരിച്ചിട്ടില്ല. അനുമോൾക്കാണ് കൂടുതലും. അനുമോൾ അന്ന് ഒറ്റപ്പെട്ട് കിച്ചണിൽ ഇരിക്കുന്ന സമയത്തൊക്കെ 3-4 വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടില്ലെങ്കിൽ ഒന്ന് കയറി കണ്ടു നോക്കണേ. അപ്പം ഞാനിപ്പോൾ പറയാൻ വന്നത്, അന്ന് അനീഷ് ചോദിച്ചു എന്നെ വിവാഹം ചെയ്യാൻ താല്പര്യമുണ്ടോ ചോദിച്ചു. അത് കഴിഞ്ഞു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അനീഷ് ഈ അനുമോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ എണീറ്റ് പോയി. ഇതൊന്നും ഇനിയിപ്പോൾ ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല, നിങ്ങളെല്ലാം കണ്ട കാര്യമായിരിക്കും. ഇപ്പൊ ഞാൻ വീണ്ടും ഇത് പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ, ഈ വിഷയം അന്നേ സ്റ്റോപ്പ് ആയതാണ്. കാരണം അനീഷ് മിണ്ടാതെ പോയി. അതിനുശേഷം അനീഷിനോട് സംസാരിക്കുന്നുണ്ട് അനുമോള്. ആദ്യം സംസാരിക്കാൻ കൂട്ടാക്കിയില്ല. പിന്നെ അനീഷ് പറയുന്നുണ്ട് ഇത് ഞാൻ ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്തതാണെന്ന്. അപ്പം അതോടുകൂടെ അനുമോളും അത് ക്ലോസ് ചെയ്യണമായിരുന്നു. പക്ഷെ അനുമോൾ എന്താ ചെയ്ത്, എല്ലാവരോടും സംസാരിച്ച് ആ ബിഗ് ബോസ് ഹൗസിനുള്ളിലാണെങ്കിലും അതെ, എല്ലാവരോടും സംസാരിച്ച് അയ്യോ എനിക്ക് നെഗറ്റീവ് ആവോ, എന്താ വിചാരിക്കുക, ഞാൻ എന്താ പറയണ്ട്, എന്ത് പറയണം, നമ്മുടെ മനസ്സിൽ എന്താണ്, നമ്മുടെ എന്താ ഇഷ്ടം, അതങ്ങോട്ട് തുറന്നു പറയല്ലേ വേണ്ടു. അനീഷ് പറഞ്ഞു ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്തു പറഞ്ഞു. അനീഷ് ഇതിനെക്കുറിച്ച് ഒരു കാര്യമില്ല. അതെല്ലാം കഴിഞ്ഞു. ഇന്നുണ്ടായ കാര്യമാണ് എനിക്ക് വളരെ മോശമായിട്ട് തോന്നിയതും ഒരു ഗെയിം ആണോ എന്ന് വരെ തോന്നിപ്പോയ കാര്യമാണത്. കാരണം എന്താ വെച്ചാൽ ഇത്രയും ദിവസം എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. കാരണം അനുമോൾ എല്ലാം കഴിഞ്ഞ് അവരെല്ലാം ലാലേട്ടൻ ഗുഡ് നൈറ്റ് എല്ലാം പറഞ്ഞു പോയി. അതിനുശേഷം ബീൻ ബാഗിലിരുന്ന് അനുമോളും നൂറ് ആദിലയും കൂടി സംസാരിക്കുകയാണ്. അനീഷേട്ടൻ എന്താണ്, അനീഷേട്ടനെ കുറിച്ചാണ് ഞാൻ പറയണത്. അനീഷേട്ടൻ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്, എന്നെ നോക്കുന്നുണ്ട്, എന്നെ നോക്കി ചിരിക്കുന്നുണ്ട്. അല്ല ഞാൻ എങ്ങനെ പറയുക നിങ്ങളുടെ അടുത്ത്, എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കുക? എന്നെ നോക്കുന്നുണ്ട്, എന്നെ നോക്കി ചിരിക്കുന്നുണ്ട്, ഇങ്ങനെ ഒരു ആവശ്യമില്ല. അപ്പോഴേക്കും ആദിലും നൂറ് അവിടെ നല്ല പോലെ ഇടപെട്ടിട്ടുണ്ട് കേട്ടോ. അവർ പറയുന്നുണ്ട് നീ ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കേണ്ട, ഇതിവിടെ സ്റ്റോപ്പാക്ക്. പിന്നെ അതുപോലെ അനീഷേട്ടന് മനസ്സിലായിട്ടുണ്ട്, അനീഷേട്ടനൊന്നും ഇല്ലല്ലോ, ഈ കാര്യം നീ വീണ്ടും വീണ്ടും പ്രേക്ഷകരുടെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കണ്ട. അവര് കറക്റ്റായി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ അനുമോള് വീണ്ടും അയ്യോ ഞാൻ എന്താ ചെയ്യാ, അനീഷേട്ടൻ ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്ത് നോക്കാതിരിക്കണ, ആ മനുഷ്യൻ അത് വിട്ട് കഴിഞ്ഞു. വീണ്ടും പണ്ടത്തെ പോലെ ആയിട്ടാണ് നോക്കുന്നത്. അപ്പോഴേക്കും അനുമോള് അയ്യോ അയ്യോ ഇങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യം എന്താ? ഇതൊക്കെ വളരെ ഒരു ചീപ്പായിട്ട് തോന്നുന്നു. അത് കഴിഞ്ഞു വിട്ടു. വീണ്ടും വീണ്ടും അതിനെ കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നത് ആരാണ്? അനുമോളല്ലേ. അപ്പൊ അനുമോളുടെ എന്താണ് ഫാൻസ് പറയും അനുമോളുടെ ജീവിതം നശിപ്പിച്ചു അങ്ങനെ എങ്ങനെയെന്നൊക്കെ. അപ്പൊ ഇത് ശരിക്കും വേറൊരു ചാനലിൽ ഇട്ടിട്ടുണ്ട് അനുമോൾ ചെയ്ത കാര്യങ്ങളെല്ലാം. കാരണം ആദില നൂറ അനുമോള് കൂടെ സംസാരിക്കുന്നുണ്ട്. അയ്യോ പാവല്ലേ അനീഷേട്ടൻ, ഞാൻ എന്തൊക്കെയാ അനീഷേട്ടനെ കാണിക്കണ്, അനീഷേട്ടനോട് എന്തൊക്കെയാ കാണിച്ച്, പാവം അതൊക്കെ വിശ്വസിച്ചിട്ടുണ്ടാവും കേട്ടോ, ഞാൻ ഈ കാണിച്ചതൊക്കെ, അയ്യോ പാവട്ടോ അതൊക്കെ വിശ്വസിച്ചിട്ടുണ്ടാവും. അല്ല ഞാൻ ഈ കാണിച്ചതൊക്കെ പുറത്ത് നെഗറ്റീവായി വരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടേ അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ ആദില പറയുന്നുണ്ട്. എന്നിട്ടാണ് അവിടെ ഇരുന്നിട്ട് ഇച്ചായ കണ്ട് എന്താണ് കല്യാണം കഴിഞ്ഞാൽ എന്താ വിളിക്കുക, അതെ അങ്ങേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സംസാരിക്കുന്നുണ്ട് ഇച്ചായ വിളിച്ചിട്ട്. അപ്പം ഇതെല്ലാം കാണുമ്പോൾ അനീഷിൻ്റെ വിചാരം എന്താ, അനീഷിനോട് എന്തോ സ്നേഹമുണ്ടെന്ന്. കാരണം അനീഷിനോട് ഇതുവരെ ഒരു പെൺകുട്ടികളും സംസാരിച്ചിട്ടില്ല. അതുപോലെ അനീഷിൻ്റെ എന്താണ് വിവാഹമോചനം കഴിഞ്ഞ ശേഷം അനീഷ് പുറത്തു പോലും ഇറങ്ങിയിട്ടില്ല.
ഒരു പെൺകുട്ടികളുമായിട്ട് ഒരു സംസാരം പോലും ഇല്ല. ഒരു ആൺ സുഹൃത്തേ ഇല്ല. പിന്നെയാണോ പെൺ സുഹൃത്ത് ഉണ്ടാവുന്നത്? അപ്പൊ ഈ പെൺകുട്ടി ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോ അനീഷ് ഒരു നാട്ടുംപുറത്തുകാരനാണ്. സാധാരണക്കാരൻ. ഇതുപോലെ വലിയ നമ്മുടെ മീഡിയ ഫീൽഡിലുള്ളതൊന്നുമല്ല. അപ്പൊ അനീഷ് ഇത് സത്യാന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് അനിമോളോട് പറയണത് എനിക്ക് വിവാഹം ചെയ്യാൻ താല്പര്യമുണ്ടെന്ന്. എന്നിട്ട് ആ തെറ്റ് മുഴുവൻ മനീഷിൻ്റെയിൽ ഇട്ട് കൊടുത്താലോ? എല്ലാവരും എന്താ പറയണെ? അയ്യോ അനിമോളുടെ ജീവിതം വെച്ച് കളിച്ചു എന്ന്. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ആണുങ്ങൾക്ക് അല്ല സോറി പെണ്ണുങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ജീവിതം? ആണുങ്ങൾക്ക് ജീവിതമൊന്നുമില്ലേ? ഇനിയിപ്പോ ഈ നാട്ടിലിറങ്ങി അനീഷിന് ഇനിയിപ്പോ ഒരു ജീവിതം ഉണ്ടാവുകയാണെങ്കിൽ തന്നെ അനീഷ് ആൾക്കാരെന്താ പറയുക? ഓ ഇത് അനിമോളുടെ കൂടെ കുറെ എന്താണ് കളിച്ച് ചിരിച്ച് നടന്നതല്ലേ, അനിമോളോട് വിവാഹം കഴിക്കണമെന്ന് ചോദിച്ചതാണ്, അനിമോള് റിജക്ട് ചെയ്തതല്ലേ, അങ്ങനെ പറഞ്ഞിട്ട് അനീഷിന്റെ ജീവിതം ഇതാവാലോ, മോശമാവാലോ. പെണ്ണിന് മാത്രമേ ഉള്ളൂ എനിക്ക് ഇനി നല്ലൊരു കല്യാണാലോചന വരില്ല, ഞാൻ എന്ത് ചെയ്യും? അപ്പൊ ഈ ചെയ്യണ വ്യക്തിക്ക് അറിയില്ലേ അനീഷിനെ കളിയാക്കുന്ന സമയത്ത് ഇതും പ്രേക്ഷകര് കാണുന്നല്ലേ? അപ്പൊ ഇങ്ങനെയൊക്കെ കണ്ടാലും ഇവൾക്ക് നല്ലൊരു കല്യാണാലോചന വരുമോ? കാരണം ഒരു പുരുഷനെ വെറുതെ തമാശക്കാണെങ്കിൽ കൂടെ കളിയാക്കുന്നത് എങ്ങനെയാ? നിങ്ങളെ കല്യാണം കഴിഞ്ഞ എന്താ വീട്ടിൽ വിളിക്കുക, അതുപോലെ കുടിച്ച പാലിന്റെ പകുതി കൊടുക്കുക, പിന്നെ ഒരുമിച്ച് കടന്നിട്ട് പുതപ്പ് മാറ്റിയിട്ട് എന്നെ ഇഷ്ടാണോ എന്ന് ചോദിച്ചു എന്നൊക്കെ പറയണു. അപ്പൊ അപ്പോഴൊക്കെ അനിമോൾക്ക് അതെല്ലാം തമാശയാണ്. അപ്പോഴൊന്നും അനിമോളുടെ കല്യാണോ അനിമോളുടെ ഭാവിയെ കുറിച്ചൊന്നും ഓർത്തില്ലേ? അല്ല, ഞാൻ അറിയാതെ ചോദിക്കുക. ഇപ്പോ ഈ അനീഷ് ഇത് ചോദിച്ചപ്പോ മാത്രമേ ഭാവിയെ കുറിച്ച് ഓർത്തുള്ളൂ. അപ്പൊ ഇതെല്ലാം പ്രേക്ഷകർ കാണുന്നുണ്ട്. അപ്പൊ ഈ കുട്ടി ഇങ്ങനെയൊക്കെ അതിന്റെ ഉള്ളിൽ വേറൊരു എന്താണ് കോ കണ്ടസ്റ്റന്റ് അടുത്ത് ഇങ്ങനെയൊക്കെ പെരുമാറുണ്ടെന്ന് ആൾക്കാർക്ക് അറിയില്ലേ? അനീഷ് സത്യസന്ധമായിട്ട് തന്നെയാണ്. അനീഷിന്റെ ആ മുഖവും ബോഡി ലാംഗ്വേജും കണ്ടറിയാം. അനീഷ് ആ ചോദിക്കുന്ന സമയത്ത് 101% സത്യസന്ധമായിട്ട് മനസ്സിൽ തോന്നിയതാ ചോദിച്ചിരിക്കുന്നത്. അതിനുശേഷം ഒരു നെഗറ്റീവ് എന്താണ് അതായത് അനുകൂലമല്ലാത്തൊരു മറുപടി കിട്ടിയതിന് ശേഷം അനീഷ് അത് വിടുകയും ചെയ്തു, ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യുകയും ചെയ്തു. പിന്നെ അതിനെക്കുറിച്ച് ഒരാളോട് സംസാരിച്ചിട്ടില്ല. നിങ്ങൾക്കറിയാലോ, ആ എന്താ പറയാ, ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഒരാളോട് പോലും പറഞ്ഞിട്ടില്ല. അതുപോലെ ചോദിക്കാൻ പോണതിന് മുമ്പ് ഒരാളോട് പോലും ചോദിച്ചിട്ടില്ല. അനീഷിന് തോന്നി അതെന്തിനു 4 ആളോട് ചോദിക്കണം? അനീഷിന്റെ മനസ്സിലുള്ളത് അനീഷിന് മാത്രമല്ല അറിയുള്ളൂ. അതുകൊണ്ട് ഡയറക്റ്റ് പോയി ചോദിച്ചു. ഇത് സത്യം പറഞ്ഞാൽ അനിമോൾക്ക് ആരോടും പറയേണ്ട ആവശ്യമില്ല. പിന്നെ പറയാ എന്തെങ്കിലും ചോദിച്ചു എനിക്ക്, അതുകൊണ്ടാണ് അതിലോട് പറഞ്ഞതെന്ന് വേണമെങ്കിൽ ആവാം. ഓക്കെ, അതിലോട് പറഞ്ഞു, കാര്യം അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക. അത് കഴിഞ്ഞ് ലാലേട്ടൻ വന്ന് നിർത്തി. ലാലേട്ടൻ വന്ന് ചോദിച്ചപ്പോഴും പറയാം എനിക്ക് അങ്ങനെ സ്നേഹമില്ല, എനിക്ക് അനീഷേട്ടനെ ഇഷ്ടമാണെങ്കിലും അങ്ങനെ ഒരു ഇങ്ങനെ വിവാഹം ചെയ്യാൻ താല്പര്യമില്ല. അതിങ്ങനെ ആക്ഷനിലൊക്കെ ഇങ്ങനെ കാണിക്കേണ്ട ആവശ്യമുണ്ടോ? ശരിക്കും വായ തുറന്ന് പറയാലോ. ബാക്കിയെല്ലാം അന്ന് ജിസേലിൻ്റെയും ആര്യൻ്റെയും കാര്യമൊക്കെ ഒരു പേടിയില്ലാതെ നിന്ന് പറഞ്ഞതല്ലേ. അപ്പോൾ അനിമോളെ സപ്പോർട്ട് ചെയ്യുന്ന ഓരോ ചാനലുകാർ പറയേണ്ട അനിമോൾക്ക് ഭയങ്കര പേടിയാണ് ലാലേട്ടൻ്റെ മുന്നിൽ സംസാരിക്കാൻ. മുട്ട് വിറയ്ക്കും, കൈ വിറയ്ക്കും, ചുണ്ട് വിറയ്ക്കും, പല്ല് വിറയ്ക്കും എന്നൊക്കെ പറയണ്ടായിരുന്നു. പക്ഷെ ആ കാര്യം പറയുമ്പോൾ അനിമോൾക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ. അതെന്താ അങ്ങനെ? അപ്പോൾ ഇതിൽ കാരണം പറഞ്ഞാൽ ഇതിൽ അനിമോളും ഒരു കുറ്റക്കാരി തന്നെയാണ്. കാരണം ഇത് കഴിഞ്ഞു, അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ എന്താ ലൈഫിലുള്ളത്? ഇതുപോലെ ഇതിപ്പോ ബിഗ് ബോസ് ഹൗസിൽ മാത്രം നടക്കുന്ന കാര്യമില്ലല്ലോ. ഇതിപ്പോ കോളേജിലാണെങ്കിലും പഠിക്കണ സ്കൂളിലാണെങ്കിലും അതുപോലെ വല്ല ഓഫീസ് സ്ഥലത്താണെങ്കിലും എവിടെയാണെങ്കിലും നമ്മൾക്ക് ഈ കാര്യം ഒരുപാട് പെൺകുട്ടികൾ ഫേസ് ചെയ്തിട്ടുള്ളതായിരിക്കും. ഇതിപ്പോൾ ആദ്യമായിട്ടൊന്നുമല്ല. ഒരു ഇഷ്ടം തോന്നി, അപ്പോൾ വിവാഹം ചെയ്യാൻ താല്പര്യമുണ്ടോ അങ്ങനെയാണ് ചോദിച്ചത്. അപ്പോൾ ഇതിപ്പോൾ എന്താ പറയുക, ഇത് അത്ഭുതമുള്ള കാര്യമല്ല. ഇതിനു മുമ്പുള്ള സീസണുകളിലും കഴിഞ്ഞ കാര്യങ്ങൾ തന്നെയത്. അത് അവിടെ ഇട്ടിട്ട് അങ്ങോട്ട് പോകണം. ഇത് പിന്നെ ഇതിനെ ഊതി 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 ബലൂണിനെ പോലെ വീർപ്പിക്കുന്നത് അനിമോള് തന്നെയാണ്. അല്ലാന്ന് പറയാൻ പറ്റില്ല. അനിമോളിൻ്റെ ഫാൻസ് ആണെങ്കിലും എന്നോട് തെറി വിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഞാൻ അനിമോൾക്ക് വേണ്ടിയാണ് ഇത്രയും ദിവസം സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അനിമോൾ എന്നെ ഇത് വീണ്ടും വീണ്ടും കാണിക്കുമ്പോൾ തെറ്റ് എവിടെയെന്ന് വെച്ചാൽ ഞാൻ ചൂണ്ടിക്കാണിക്കും, അല്ലാതെ ഒരാളുടെ ഫാനായിട്ടല്ല. എനിക്ക് ആ കുട്ടി വീണ്ടും വീണ്ടും അതിനെ എടുത്തിടുന്ന കാണുമ്പോൾ അതൊരു വല്ലാത്തൊരു ചീപ്പ് ഗെയിമായിട്ട് എനിക്ക് തോന്നിയത്. കാരണം അതവിടെ സ്റ്റോപ്പ് ചെയ്ത കാര്യം വീണ്ടും വീണ്ടും തുടങ്ങുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അവൾക്ക് ഇതിനെ വലിച്ചു നീട്ടി കൊണ്ടുപോകാൻ താല്പര്യമുണ്ട്, അതുകൊണ്ടല്ലേ. അനീഷ് ഇതിനെപ്പറ്റി ഒരാളോട് പോലും സംസാരിച്ചിട്ടില്ല. കാരണം നിർത്തി കഴിഞ്ഞു. അവൾക്ക് താല്പര്യമില്ലെങ്കിൽ പിന്നെ എനിക്കത് സംസാരിക്കേണ്ട ആവശ്യമില്ല. അതാണ് അനീഷ് വിചാരിച്ചിരിക്കുന്നത്.
ഇത് നീട്ടി നീട്ടി കൊണ്ടുപോയി കഴിഞ്ഞിട്ട് മറ്റുള്ളവരുടെ എന്താ പറയുക, അനുമോളുടെ ഭാവി തന്നെയാണ് മോശമാവാൻ പോണത്. അത് മനസ്സിലാക്കണില്ല. ഈ ഒരു ചോദിച്ചുകൊണ്ട് ഇപ്പോൾ അനീഷ് വന്നിട്ട് അനുമോളെ വിവാഹം ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് മാത്രം അനുമോൾക്ക് ഒരു വിവാഹാലോചനയും വരാതിരിക്കില്ല. കാരണം എന്തെന്ന് വെച്ചാൽ അനുമോളുടെ പ്രവൃത്തികൾ, അനുമോളുടെ സ്വഭാവം എല്ലാം ഇഷ്ടമായതുകൊണ്ടാണ് ഒരു പുരുഷൻ വന്ന് ഇങ്ങനെ ചോദിക്കുന്നത്. അപ്പോൾ അവൾക്കതൊരു പോസിറ്റീവ് പോയിൻ്റാണ് ശരിക്കും പറഞ്ഞാൽ. അല്ലാതെ എന്നിട്ട് ആദിലോടും നൂറോടും പറയണ്ടല്ലോ, എനിക്ക് അങ്ങനെയൊന്നുമില്ല, എനിക്ക് 1 മിനിറ്റ് മതി പറയാൻ. അപ്പോൾ ആ 1 മിനിറ്റ് എന്താ അവൾക്ക് ഇതുവരെ ഉണ്ടായില്ലേ? 1 സെക്കൻഡ് മതി പറയണ്ട, അത് ഇതുവരെ ഉണ്ടായില്ലേ? പിന്നെയും പിന്നെ അതിന് എടുത്തിടേണ്ട ആവശ്യമുണ്ടോ? അല്ല, നിങ്ങൾ പറയൂ, നിങ്ങൾ അത്രയും നല്ല അനുമോളുടെ ഫാൻസ് ആണെങ്കിൽ കൂടെ നിങ്ങൾക്ക് അതിൽ തെറ്റ് കണ്ട തെറ്റ് എവിടെയാന്ന് പറയണം. അല്ലാതെ എല്ലാം സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയല്ല വേണ്ടത്. തെറ്റ് ഒരുപാട് അനുമോളുടെ സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കൂ. എനിക്ക് ഇത്രേ പറയാനുള്ളൂ.